ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ആ പുതിയ അക്കാദമിക വർഷത്തിലേക്ക് സ്വാഗതം. ഒരു പുതിയ രീതിയിലുള്ള പഠന സമ്പ്രദായത്തിലേക്കാണ് നമ്മൾ ചുവടുവെക്കുന്നത്. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ മുമ്പ് പരിചയമില്ലാത്ത ഒട്ടേറെ സംഭവവികാസങ്ങൾ ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ബോധന പ്രക്രിയയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കലാലയം ഇതുപോലെയുള്ള നൂതന സാങ്കേതിക വിദ്യയിലൂടെ സമയനഷ്ടമില്ലാതെ കുട്ടികളിലേക്ക് പഠന പ്രക്രിയയിൽ എത്തിക്കാനുള്ള ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ പിന്തുണയും നിങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചാപ്റ്റർ +2 സിലബസിലെ 4ാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 1, 2, 3 പെൻഡിങ്ങിൽ വെച്ച് 4ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവാം. താരതമ്യം എളുപ്പമുള്ള ഒരു ചാപ്റ്റർ നിലക്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ ചാപ്റ്ററിന്റെ പേര് കെമിക്കൽ കൈനറ്റിക്സ്. നിങ്ങൾക്കറിയാം, നമ്മുടെ സിലബസിലെ 1ാമത്തെ ചാപ്റ്റർ, നിങ്ങൾ +2 സിലബസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. +2 സിലബസിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് സോളിഡ് സ്റ്റേറ്റ് എന്നാണ്. സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1ാം വർഷ സിലബസിൽ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തുടർച്ചയാണ്. അതായത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അഥവാ സോളിഡ് സ്റ്റേറ്റിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് +1 ലഭിച്ചിട്ടുണ്ടാകും. തുടർന്ന് 2ാമത്തെ ചാപ്റ്റർ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, നിങ്ങൾ ചില പദങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ്. ഒളാനിറ്റി, മാസ് പെർസെൻറ്റേജ്, ഈ വക കാര്യങ്ങളൊക്കെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചപ്പോൾ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ തുടർച്ചയാണ് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഒപ്പം തന്നെ അതായത് സൊല്യൂഷനും ബേസും നിങ്ങൾ +1 പരിചയപ്പെട്ടിട്ടുണ്ട്. ഇനി 3ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ബേസും നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷൻ +1 സിലബസിലെ 2ാമത്തെ പാർട്ട് 2 ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററാണ് റിഡോക്സ് റിയാക്ഷൻ. അതിന്റെ തുടർച്ചയാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പോൾ 1, 2, 3 ചാപ്റ്ററിന്റെ ബേസ് വ്യക്തമായി നിങ്ങൾ +1 സിലബസിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ +1 പഠിച്ചു എന്ന് അവകാശപ്പെടാനില്ല ഒരു ചാപ്റ്റർ എന്ന് പറയുന്ന പ്രത്യേകത കൂടി കെമിക്കൽ കൈനറ്റിക്സ് ഉണ്ട് എന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. ഞാൻ ആദ്യമേ പരിചയപ്പെടുത്താം. കൈനറ്റിക്സ്, കെമിക്കലോട് നിൽക്കട്ടെ. കൈനറ്റിക്സ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൈനറ്റിക്സ് എന്ന പദമേ ഉള്ളൂ ചാപ്റ്ററിന്റെ പേരായിട്ട്. പക്ഷെ കൈനറ്റിക്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഫിസിക്സ് ടോപ്പിക്കാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുന്നത് കെമിക്കൽ കൈനറ്റിക്സ് ആണ്. നിങ്ങൾ ആലോചിക്കൂ, കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ? കൈനറ്റിക് എന്ന് പറയുന്ന പദത്തിന്റെ മീനിങ് എന്താ? ചലനവും. തെർമൽ എന്ന് പറഞ്ഞാൽ സംതിങ് അസോസിയേറ്റഡ് വിത്ത് ഹീറ്റ് എന്നാണ്. അതുപോലെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് അസോസിയേറ്റഡ് വിത്ത് മെഷീൻ ആണ്. ഇതുപോലെ സംതിങ് അസോസിയേറ്റഡ് വിത്ത് മൂവ്മെന്റ്, സംതിങ് അസോസിയേറ്റഡ് വിത്ത് മോഷൻ, അതാണ് കൈനറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലോചിച്ചാൽ അറിയാം, ലോകത്തെ ഏറ്റവും വേഗതയിൽ ഓടുന്ന ജീവി ഏതാ എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ പലരും പെട്ടെന്ന് ആൻസർ പറയും ചീറ്റ എന്ന് പറയുന്ന പുലിയുടെ വേഗത. അത് നമ്മൾ സാധാരണയായിട്ട് കേൾക്കാറുള്ളത് ഫിസിക്സിലാണ്. അതുപോലെ ബസ്സിന്റെ വേഗത, ജീപ്പിന്റെ വേഗത, കാറിന്റെ വേഗത, മനുഷ്യന്റെ വേഗത, ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് കൈനറ്റിക്സിലാണ്. കൈനറ്റിക്സ് ഈസ് എ പ്യുവർലി ഫിസിക്സ് ടോപ്പിക്. നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കൈനറ്റിക്സിൽ പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ടത് വേഗതയെക്കുറിച്ചാണ്. ഇനി നമുക്കറിയാം, വേഗതയെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ വേഗതയെക്കുറിച്ചും വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചുമാണ് കൈനറ്റിക്സിൽ പഠിക്കുക.
കെമിക്കൽ കൈനറ്റിക്സിൽ കെമിക്കൽ എന്ന് പറയുന്ന പദം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷനെയാണ്. അപ്പൊ കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെക്കുറിച്ചും കെമിക്കൽ റിയാക്ഷന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചും പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ച് എന്ന് നമുക്ക് കെമിക്കൽ കൈനറ്റിക്സിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സിനെ ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് എൻട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് chemistry that deals about the rate of reaction and the factors affecting the rate. That is the way of defining the term called chemical kinetics. Okay, kinetics ne nammal define cheyidu kazhinju. Kinetics inde definition analyze cheyyam. Kinetics inde nirvajanam nammal ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൈനറ്റിക്സിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകുക. ഒന്ന്, കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ കുറിച്ച് പഠിക്കും. അത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കുറിച്ച് പഠിക്കും. എനിവേ, our first discussion, the first part of our discussion is going to concentrate on the rate of reaction. Okay. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, റിയാക്ഷൻ നമ്മൾ എഴുതാറുണ്ട്. റിയാക്ഷൻ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതുന്നു. A gives B. A gives B. That is an example for reaction. A is reactant, right? B is product. A is reactant and B is product. ഏതോ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ റിയാക്ടന്റ് നമ്മളായിട്ട് സെറ്റ് ചെയ്യും. ആ റിയാക്ട് ചെയ്ത് പിന്നീട് പ്രോഡക്റ്റായി മാറുന്നതാണ്. അപ്പൊ ഇനീഷ്യലി ഒരു റിയാക്ഷൻ പരിശോധിച്ചാൽ അത് റിയാക്ടന്റ് ഉണ്ടാവും. ഒരിക്കലും അതിനകത്ത് പ്രോഡക്റ്റ് ഉണ്ടാവില്ല. പ്രോഡക്റ്റ് റിയാക്ടന്റ് മാറിയിട്ടാണ് പ്രോഡക്റ്റായിട്ട് മാറുന്നത്. പ്രോഡക്റ്റ് ഒരിക്കലും റിയാക്ഷൻ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി റിയാക്ഷൻ വെസലിൽ ഡിപ്പോസിറ്റ് ചെയ്യാറില്ല. At the starting of a reaction, at the initial stage of a reaction, there is only reactant and there is no product. Okay. Initially, let us imagine. Initially, നമ്മൾ 25 മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്ററിനെ വിളിക്കുന്ന മറ്റൊരു പദമാണ് മോളാർ. 25 മോളാർ റിയാക്ടന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനീഷ്യലി whatever the amount of B, നമുക്ക് ഗസ് ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്താൽ അറിയാം, ഈ റിയാക്ഷൻ എന്നല്ല ഏത് റിയാക്ഷനിലും പ്രോഡക്റ്റിന്റെ എമൗണ്ട് തുടക്കത്തിൽ 0 ആയിരിക്കും. ഓക്കെ. അപ്പോ നമ്മുടെ ഈ മനസ്സിലാക്കേണ്ടത് ആഫ്റ്റർ 10 minutes, after 10 minutes, what happens to A? A is getting converted into B. A B ആയി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരും. ബിയുടെ എയിൽ എത്ര കണ്ട് കുറവ് വന്നോ അത്ര കണ്ട് ബി വർദ്ധിക്കും. ഇപ്പോ ഞാൻ പറയട്ടെ, എയുടെ അളവ് 25 മോൾ പെർ ലിറ്റർ ആയി, അത് 15 മോൾ പെർ ലിറ്റർ ആയി. കാരണം എന്താ, റിയാക്ടന്റുകൾ സമയം കൂടുന്തോറും പ്രോഡക്റ്റ് ആയി മാറിക്കൊണ്ടേയിരിക്കും. After 10 minutes, the concentration of A is getting reduced into 15 mole per liter. 15 mole per liter. അപ്പോൾ റിയാക്ടന്റ് തുടക്കത്തിൽ എത്രയായിരുന്നു? 25 mole per liter. റിയാക്ടന്റ് 10 മിനിറ്റിന് ശേഷം എത്രയുണ്ടാകും? 15 mole per liter. അപ്പോൾ എയുടെ അളവ് എത്ര കുറഞ്ഞു? 25 നിന്നും 15 കുറഞ്ഞു. റിയാക്ടന്റ് എത്ര കണ്ട് ഡിസപ്പിയർ ആവുമ്പോൾ, അതായത് റിയാക്ടന്റിന്റെ അളവിൽ എത്ര കണ്ട് കുറവൊന്നു അത്രയും അതെന്തായി മാറും? പ്രോഡക്റ്റ് ആയി മാറും. പ്രോഡക്റ്റിന്റെ എമൗണ്ട് എത്രയാണ്? ബിയുടെ എമൗണ്ട് എത്രയാണ്? 10 മോൾ പെർ ലിറ്റർ ആണ്. 10 മോൾ പെർ ലിറ്റർ ആണ് ബി എന്ന് പറയുന്നത്. 10 മോൾ പെർ ലിറ്റർ ആണ് ബി എന്ന് പറയുന്നത്. ഇപ്പോ റേറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് റിയാക്ടന്റിന്റെ അളവ്. സയൻസിൽ, കെമിസ്ട്രിയിൽ സബ്സ്റ്റൻസിന്റെ ക്വാണ്ടിറ്റി പറയുന്നതിന് ഉപയോഗിക്കുന്ന ടേമാണ് കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ പല വഴികളുണ്ട്. അതിലൊന്നാണ് മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് മോളാർ. അപ്പോ
എയുടെ അളവിൽ കുറവ്, എയുടെ അളവിൽ കോൺസെൻട്രേഷൻ കുറവ്. എയുടെ കോൺസെൻട്രേഷൻ എത്രയാണ് അറിയിക്കുന്നത്? അപ്പൊ ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ, decrease in concentration of A divided by time taken. Decrease in concentration of A divided by time taken. For concentration our rate is equal to നമുക്ക് പറയാം decrease in concentration of A divided by time taken. അപ്പോൾ നമ്മൾ വേർഡ്സിൽ എഴുതിയിരിക്കുന്ന ഈ കാര്യം നമുക്കൊന്ന് സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഡിക്രീസ് എന്നതിന്, ഡിക്രീസ് എന്ന് പറയുന്നതും ഇൻക്രീസ് എന്ന് പറയുന്നതും ഒരു ചേഞ്ച് ആണ്. ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സിംബലാണ് ഡെൽറ്റ. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചേഞ്ചിനെ അർത്ഥവും അത് കൂടുതലുമാകാം കുറയലുമാകാം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്, കുറയുകയാണ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആണ്. കൂടുക എന്നതാണ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ഡെൽറ്റ, കുറയുക എന്നതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ മൈനസ് ഡെൽറ്റ. ഇവിടെ കുറയലാണ്, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. കോൺസെൻട്രേഷനെ എക്സ്പ്രസ് ചെയ്യാനുള്ള വഴി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ എഴുതുമ്പോൾ പഠിച്ചിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ അത് സാധാരണ രീതിയിൽ കോൺസെൻട്രേഷൻ മോളാർ ആണ്. അപ്പൊ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽ എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. അപ്പൊ ഡിക്രീസ് മൈനസ് ഡെൽറ്റ, concentration of A, that is A is to be written in the square bracket, minus delta A. Time taken, ഇവിടെയാണ് ഈ റിയാക്ഷൻ എത്രയാണ് ടൈം ചെയ്ത് എത്ര സമയം എടുത്തു? 15-10 മിനിറ്റ് കഴിയും. തുടക്കം എന്ന് പറയുമ്പോൾ ടൈം 0 എടുക്കും. അപ്പൊ ടൈമിൽ ഉണ്ടായിരുന്ന ചേഞ്ച് എങ്ങനെ കാണാം? 10 minus 0. 10 minus 0 means delta T. That is rate of reaction is represented as per the expression minus delta A by delta T. അപ്പോൾ നമ്മളിപ്പോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യും. നമുക്കറിയാം, ഈ റിയാക്ഷനിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. A is reactants and B is products. We already derived the expression to find the rate of reaction in terms of concentration of A. Using the concentration of B also, using the concentration of product also, it is possible to calculate the rate of reaction. How is it done? Let us examine. B is a product here. B യുടെ അളവ് തുടക്കത്തിൽ when time is 0 or when time is or the reaction is at the initial stage, the concentration of B is 0. After 10 minutes, the concentration of B rises from 0 to 10. Right? Then rate is equal to, ഇവിടെ നമ്മൾ ചെയ്തത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനിൽ വന്ന കുറവിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം റിയാക്ടന്റിന്റെ അളവ് കുറയരുത്, പക്ഷെ അവിടെ പ്രോഡക്റ്റിന്റെ അളവ് കൂടുകയാണ്. പ്രോഡക്റ്റിന്റെ അളവ് കൂടുന്നത് കൊണ്ട് നമ്മൾ ഈ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെ എഴുതേണ്ടതുണ്ട്: ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് B divided by time. Increase in concentration of B divided by time taken. നമ്മൾ വേർഡ്സിൽ എഴുതിയിരിക്കുന്ന ഈ കോൺസെപ്റ്റിനെ നമ്മൾ സിംബോളിക്കലി സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. R is equal to increase. Decrease is represented by R is equal to minus delta A divided by delta T. That is, decrease is represented by minus delta. Then increase is represented by plus delta. R the concentration of B plus delta B divided by delta B. This is the way of writing the expression of this particular reaction using the concentration of A and B. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? For a reaction A gives B. For
a reaction A gives B, R is equal to minus delta A divided by delta T. Or this rate of the same reaction can be calculated using the expression plus delta B divided by delta T. Plus delta B divided by delta T. ഇനി ഓരോന്നിനെയും നമുക്ക് വേർഡ്സ് എന്ന് പറയുന്നത് നോക്കാം. That is R is rate of reaction. Rate of reaction ഈ എക്സ്പ്രഷനോട് ഈക്വൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ എക്സ്പ്രഷൻ മാത്രമായിട്ട് ഒരു പേര് പറയും. മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്നതിനെ വേർഡ്സിൽ നമുക്ക് ഇങ്ങനെ പറയാം. മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈസ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് എ എന്ന് പറയാം. ഇതുപോലെ പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി എ നമുക്ക് പറയാം റേറ്റ് ഓഫ് അപ്പിയറൻസ്. അപ്പിയറൻസ് ഇവിടെ അളവ് കുറയാണ്. ദാറ്റ് ഈസ് വൈ വി റോട്ട് ഹിയർ ഡിസപ്പിയറൻസ്. ഇവിടെ പ്ലസ് ഉണ്ട് കാരണം പ്രോഡക്റ്റ് ഉണ്ടാവാണ്. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ബി. അപ്പിയറൻസിന് പകരമായി ഫോർമേഷൻ എന്നോ പ്രൊഡക്ഷൻ എന്നോ അത്തരം പദങ്ങൾ ഉപയോഗിക്കാം. That is plus delta B by delta T is equal to rate of appearance of B. The same expression നമ്മൾ rate of production of B എന്ന് പറയാം. The same expression നമുക്ക് rate of formation of B എന്ന് പറയാം. That is ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? For a reaction A gives B, rate of reaction is equal to rate of disappearance of A, or it is also equal to rate of formation of B എന്ന് പറയാം. ഈ രീതിയിലാണ് ഒരു റിയാക്ഷൻ കിട്ടിയ റിയാക്ഷന്റെ റേറ്റ് എങ്ങനെ കാണാം എന്നൊരു ആൻസർ ആണ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞത്. ഓക്കെ, ഇനി ഇതേ എക്സ്പ്രഷനെ നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുമ്പോൾ ചേഞ്ച് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മാത്തമാറ്റിക്സിന് ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഡി എന്ന് പറയുന്ന ടേം കേട്ടിട്ടുണ്ട്. മാത്തമാറ്റിക്സിൽ ഡി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെറിയ ഇന്റർവെല്ലിലുള്ള ചേഞ്ച് ആണ്. റിയാക്ഷൻ തുടങ്ങി ഒരു സെക്കൻഡ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞു ഇരിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു 11ാമത്തെ മിനിറ്റില് 10 മിനിറ്റിനും 11ാമത്തെ മിനിറ്റിനും ഇടയിൽ സെക്കൻഡ് വൈസ് എത്രമാത്രം കോൺസെൻട്രേഷനിലാണ് വ്യതിയാനം ഉണ്ടാകുന്നത്, ചെറിയ ഇന്റർവെല്ലിൽ എത്രമാത്രം വ്യതിയാനം ഉണ്ടാകുന്നു, അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പലാണ് ഡി. ഇപ്പൊ ഡി നമ്മുടെ ഈ ഇക്വേഷൻ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഡെൽറ്റയ്ക്ക് പകരം നമ്മൾ ഡി എന്ന് എഴുതുക, ഒരു വ്യത്യാസമില്ല. മൈനസ് ഡി എ ബൈ ഡി ബി is also equal to plus dB by dt എന്ന് എഴുതാം. വ്യത്യാസമേ ഉള്ളൂ. ഡെൽറ്റയ്ക്ക് പകരം ബി എന്ന് എഴുതി. ഡെൽറ്റയും ചേഞ്ച് ആണ്, ഡിയും ചേഞ്ച് ആണ്. നിമിഷം പ്രതിയുള്ള ഇൻസ്റ്റന്റ് ബൈ ഇൻസ്റ്റന്റിലുള്ള റേറ്റ് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ എക്സ്പ്രഷനെ സാധാരണ ഉപയോഗിക്കാറുള്ളത്. Therefore, d ഉൾപ്പെട്ടിട്ടുള്ള എക്സ്പ്രഷൻ ആണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയും. അതല്ല ഡെൽറ്റ ഒരു 10 മിനിറ്റിനും 20 മിനിറ്റിനും ഇടയിൽ റിയാക്ഷൻ റേറ്റ് എന്ന വലിയ ഇന്റർവെല്ലിലുള്ള വലിയ ടൈം ഇന്റർവെല്ലിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഡെൽറ്റ എന്ന് പറയും. ചുരുക്കത്തിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, റേറ്റ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷനിൽ ഡെൽറ്റയാണുള്ളതെങ്കിൽ ദിസ് ഈസ് നോൺ ആസ് ആവറേജ് റേറ്റ്. അതല്ല ഈ റേറ്റ് കാണാനുള്ള എക്സ്പ്രഷനിൽ ഡെൽറ്റയ്ക്ക് പകരം ഡി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. അപ്പൊ എന്താണ് ആവറേജ് റേറ്റ്, എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വേറൊരു റിയാക്ഷൻ നമുക്ക് പരിഗണിക്കാം. അപ്പൊ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞ റിയാക്ഷൻ ആയിരുന്നു ഫോർ ദ റിയാക്ഷൻ A gives B, R is equal to minus delta A by delta T is also equal to plus delta B divided by delta T. Equation A reactant ആയിരുന്നു. A യുടെ സ്റ്റോഷിയോമെട്രിക് അഥവാ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഫ്രണ്ടിലുള്ള സംഖ്യ ഒന്നായിരുന്നു. ഇവിടെ ഫ്രണ്ടിലുള്ള സംഖ്യ എത്രയാണ്? സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് റിയാക്റ്റന്റും പ്രോഡക്റ്റും സെയിം ആയിരുന്നു. സെയിം ആണ് എന്നതുപരി അത് രണ്ടിലും വാല്യൂ ഒന്നായിരുന്നു. ഇനി ഇങ്ങനെ വരുമ്പോൾ 2A gives B ഉള്ള വ്യത്യാസം, മുമ്പത്തെ റിയാക്ഷനിൽ എയുടെ കോഎഫിഷ്യന്റ് ഒന്നായിരുന്നു, ഇപ്പൊ ഇതെന്തായി? 2 ആയി. അതാണ് വ്യത്യാസം. ഇത്തരം കേസിലാണ് റേറ്റ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ മൈനസ് ഡെൽറ്റ എ. A is reactant. A reactant ആയി വരുമ്പോൾ at first you should put the negative sign minus delta A by delta T.
divided delta t. The difference is here the stoichiometric coefficient was 1. Here the stoichiometric coefficient is 2. If the stoichiometric coefficient is a number other than 1, what we have to do? Around discuss about the R is equal to minus delta A by delta t into 1 by 2. Into 1 by 2. Stoichiometric coefficient is here 2. അങ്ങനെ ഒന്നല്ല എങ്കിൽ ഏതാണ് സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് നമുക്ക് റെസിപ്രോക്കൽ കൊണ്ടുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. It is equal to once again product is b plus delta b divided by delta t. Here the stoichiometric coefficient is again 1. There is no need for writing any there is no need for writing the multiply with this expression with any number. കാരണം എന്താണ് ഇവിടെ stoichiometric coefficient 1 ആണ്. അപ്പോൾ stoichiometric coefficient 1 അല്ല എങ്കിൽ എന്ത് ചെയ്യും? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Okay, നമ്മൾ ഇനി പറയാൻ പോകുന്നത് the next one a plus 3b gives 4c. ഒരു ഇക്വേഷൻ നമുക്ക് ഇതിന്റെ റേറ്റ് കാണാനുള്ള എക്സ്പ്രഷൻ എഴുതാൻ കൂടെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എന്താണ് ചെയ്യാം? R is equal to ഇവിടെ A റിയാക്ടന്റ് ആണ്, ഇവിടെ B റിയാക്ടന്റ് ആണ്, C പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം. എയും ബിയും റിയാക്ടന്റ് ആണ്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. എ വെച്ചുകൊണ്ട് മാത്രമായി റേറ്റ് എഴുതാം, പിന്നെ ബി വെച്ചുകൊണ്ട് മാത്രം എഴുതാം, പിന്നെ സി വെച്ചുകൊണ്ട് എയും ബിയും റിയാക്ടന്റ് അല്ലേ, രണ്ടും കൂടി കൂട്ടി റേറ്റ് എഴുതാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് പറ്റും. And first we have to write the expression of rate in terms of A. Then at first we have to put the negative sign because A is reactance minus delta A divided by delta T. Here the stoichiometric coefficient is 1. അതുകൊണ്ട് ഏതെങ്കിലും എക്സ്പ്രഷനെ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതില്ല. It is equal to B is another product. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് മറ്റൊരു റേറ്റ് എക്സ്പ്രഷൻ നമ്മൾ എഴുതുന്നു minus delta B divided by delta T. Remember, just look at here. What is the stoichiometric coefficient here? 3. അങ്ങനെ വരുന്ന സമയത്ത് stoichiometric coefficient ഒന്നല്ലായെങ്കിൽ ഏതാണ് stoichiometric coefficient അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് ആ എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് പറഞ്ഞത്. അപ്പോൾ into 1/3. It is also equal to here C is the product. Product ആണെങ്കിൽ at first you have to write it, you have to put the positive sign plus delta C divided by delta T plus delta C divided by delta T. What is the stoichiometric coefficient for? If the stoichiometric coefficient is other than 1, we have to multiply the respective expression with the reciprocal of that number into 1/4. This is the way we have to adopt to write the expression of rate of a reaction. Then R is equal to rate of reaction. This expression alone is known as rate of disappearance of A. That is, rate of reaction is rate of disappearance of A. Rate of reaction is rate of disappearance of B into 1/3. Rate of reaction is also equal to rate of production of C into 1/4. അപ്പോൾ ഈ രീതിയിലാണ് റിയാക്ഷൻ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതുക. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാം. That is 3b plus 2d gives 5c plus 4m. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? R is equal to പെട്ടെന്ന് എഴുതാം. B റിയാക്ടന്റ് minus delta B divided by delta T into 1/3 is also equal to B യും D യും reactant. Once again we have to put the negative sign here again. Minus delta T divided by delta T into 1/2 is also equal to plus delta C divided by delta T into 1/5. It is also equal to plus delta M divided by delta T into 1/4. അപ്പോൾ ഒരു റിയാക്ഷന്റെ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് എങ്ങനെ കാണാം എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ നമ്മൾ തന്നു കഴിഞ്ഞു. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് എഴുതുന്ന രീതി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഡെൽറ്റയ്ക്ക് പകരം ബി എന്ന് എഴുതാം. ഡെൽറ്റയാണ് എഴുതിയെങ്കിൽ ആ എക്സ്പ്രഷൻ ആവറേജ് റേറ്റ് എന്ന് പറയും. ബി ആണ് എഴുതിയെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയും. വേറെ വ്യത്യാസം അതൊന്നുമില്ല മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിനി 1-2 പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു തിയറി ടോപ്പിക് കൂടി പറയാനിരിക്കുന്നു, ശ്രദ്ധിക്കാം.
that is unit of rate of reaction. Unit of rate of reaction. നേരത്തെ ഞാൻ പറഞ്ഞു A gives B. ഇതിന്റെ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? മൈനസ് ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അതല്ലെങ്കിൽ എന്താ? പ്ലസ് ഡെൽറ്റ ബി ബൈ ഡെൽറ്റ ടി. ഒരുപാട് തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. ഇവിടെ നോക്കുക, ഇതിന്റെ ആർ റേറ്റ് ഓഫ് റിയാക്ഷൻ ഇതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ കാണേണ്ടത്. ഇത് കാണണമെങ്കിൽ ഇതേ ബൈ ഇത് ചെയ്യണം. ദാറ്റ് ഈസ് ഇവിടെ ഈ എക്സ്പ്രഷൻ ആണെങ്കിലും ഈ എക്സ്പ്രഷൻ ആണെങ്കിലും ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോളാർ കോൺസെൻട്രേഷൻ. മോളാർ കോൺസെൻട്രേഷൻ ഇതിന്റെ യൂണിറ്റ് മോളാർ കോൺസെൻട്രേഷൻ യൂണിറ്റ് മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ. താഴെയുള്ള ടൈമാണ്. ടൈമിന്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ മോൾ പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ദ ഓവറോൾ യൂണിറ്റ് ഈസ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മോൾ പെർ ലിറ്ററിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ മറ്റൊരു പേരാണ് ഭാരത്. അതുപോലെ മോൾ പെർ ലിറ്റർ എന്നതിന് പകരമായി നമുക്ക് മോളാർ ഉപയോഗിക്കാം. Therefore, the unit ഇതേ സംഭവം തന്നെ വേറൊരു യൂണിറ്റ് അല്ല. ഇത് പറയുന്നതിന് മറ്റൊരു രീതി മോളാർ സെക്കൻഡ് ഇൻവേഴ്സ്. മോളാർ സെക്കൻഡ് ഇൻവേഴ്സ് ഈസ് ദ യൂണിറ്റ് ഓഫ് അനദർ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. അപ്പൊ ഇതാണ് യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. ശ്രദ്ധിക്കുക. ഇപ്പൊ റേറ്റ് ഓഫ് റിയാക്ഷൻ യൂണിറ്റ് എന്താണ് എന്ന ചോദ്യത്തിന് നമ്മൾ വ്യക്തമായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇവിടെ ടൈമിന് മിനിറ്റ് യൂണിറ്റ് ഉണ്ട്, അവർ യൂണിറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ സെക്കൻഡ് സെലക്ട് ചെയ്യേണ്ട കാരണം എസ് ഐ യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. അപ്പൊ ഇതിന്റെ ഓവറോൾ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതിനെ പറയുന്ന ഈ മോൾ പെർ ലിറ്ററിന് പകരം മോളാർ എന്ന് പറയാം. അങ്ങനെയാണ് മോളാർ സെക്കൻഡ് ഇൻവേഴ്സ് എഴുതിയത്. ഇതും വേറെയല്ല, ഒരേ കാര്യം പറയാനുള്ള രണ്ട് വ്യത്യസ്ത രീതിയിൽ. ശ്രദ്ധിക്കാം. നമ്മുടെ ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, ഫോർ എ റിയാക്ഷൻ ആർ gives B. റിയാക്ഷൻ ഏതാണ്? ആർ gives B. റൈറ്റ്. ഇവിടെ നിങ്ങൾ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ യൂസിംഗ് ദി യൂണിറ്റ്സ് ഓഫ് ടൈം ബോത്ത് ഇൻ സെക്കൻഡ്സ് ആൻഡ് മിനിറ്റ്സ്. ഇപ്പോൾ റിയാക്ഷൻ നമ്മളിവിടെ എടുക്കാം. ആർ gives B. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, പബ്ലിക് പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് നിങ്ങൾ തന്നിരിക്കുന്ന ഡാറ്റ വലതുസൈഡിൽ എഴുതുന്നതിന് ഒരു നിശ്ചിത പെർസെൻറ്റേജ് മാർക്കുണ്ട്. ഉത്തരം ശരിയായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ആ ഡെഫിനിറ്റ് പ്രൊസീജിയർ ഫോർമാലിറ്റി കീപ്പപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് ഫുൾ മാർക്ക് കിട്ടുക. ഞാൻ പറഞ്ഞു വന്നത് തന്നിരിക്കുന്ന ഡാറ്റ ആകെയാണ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ റിയാക്ടന്റ് ആരാണ്? R0. R0 പറഞ്ഞാല് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് എത്രയാണ്? 0.03 മോളാർ. ഇനി ഏത് ഫൈനൽ കോൺസെൻട്രേഷൻ? ഇവിടെ R0 എന്നതിന് പകരം R ഇനീഷ്യൽ വേണമെങ്കിൽ എഴുതാം. R ഫൈനൽ is equal to 0.02 മോളാർ. 0.02 മോളാർ. ഇനി ഈ 0.03 മോളാർ 0.02 മോളാർ ആകാൻ വേണ്ടി എത്ര സമയം എടുത്തിരിക്കുന്നു? 25 മിനിറ്റ്സ്. അപ്പോൾ ഇനീഷ്യൽ ടൈം 0. ഏത് സമയമാണ് ഫൈനൽ ടൈം? 25. 25 മൈനസ് 0 ദാറ്റ് ഈസ് ഡെൽറ്റ ടിയുടെ വാല്യൂ 25 മിനിറ്റാണ്. 25 മിനിറ്റാണ്. നിങ്ങളോട് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ആവറേജ് റേറ്റ്, കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ്. അപ്പോൾ RAV is equal to question mark. ആവറേജ് റേറ്റ് നിങ്ങൾ കാണേണ്ടത് സെക്കൻഡിലും കാണേണ്ടതുണ്ട്, മിനിറ്റിലും കാണേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പൊ എന്താ പറയാ? RAV is equal to ആവറേജ് ആയതുകൊണ്ട് ഡെൽറ്റ വെച്ചുകൊണ്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടി. അഗൈൻ റിയാക്ഷൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. R gives B. R ആവറേജിനെ കാണാം മൈനസ് ഡെൽറ്റ R ബൈ ഡെൽറ്റ T is also equal to plus delta T divided by delta T. Delta T. ഇനി R average ഇവിടെ നിങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് റേറ്റ് കാണാം. റൈറ്റ്. പക്ഷെ റേറ്റ് കാണാൻ വേണ്ടി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ട് ആൻസർ ചെയ്യണമെങ്കിൽ ഈ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് R average is equal to, കാരണം R ന്റെ വാല്യൂ P യുടെ വാല്യൂ തന്നില്ല. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷൻ ആണ് ഇത് വെച്ച് വേണം ആൻസറിലേക്ക് പോകാൻ. മൈനസ് ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഓക്കെ, ഇനി ഡെൽറ്റ R എന്ന് പറഞ്ഞാൽ ഡെൽറ്റ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? R എപ്പോഴും വ്യത്യാസം കാണാൻ വേണ്ടി
മൈനസ് ആർ ഇനീഷ്യൽ. അവസാനം എത്രയാണ് കോൺസെൻട്രേഷൻ മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എത്രയാണ്? അപ്പോൾ ഫൈനൽ കോൺസെൻട്രേഷൻ എത്രയാണ്? ഫൈനൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.02 മോളാർ, റൈറ്റ്, മൈനസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എത്രയാണ്? 0.03 മോളാർ. അപ്പോൾ എന്താ വരിക? മൈനസ് 0.01 മോളാർ വരും. മൈനസ് 0.01 മോളാർ വരും, റൈറ്റ്, മൈനസ് 0.01 മോളാർ. That is R average is equal to delta R value minus 0.01. Minus is already there. I already put this negative sign. Delta R value minus 0.01. Minus 0.01 molar divided by delta T value 25 minutes. 25 minutes. So RAB is equal to minus and minus plus. So 0.01 molar divided by 25. This simplify cheyda. Calculator ഉപയോഗിച്ച് simplify ചെയ്യാം. 0.01 divided by 25 molar minute inverse. ഇങ്ങനെ ആൻസർ വരാം. നിങ്ങളത് സിംപ്ലിഫൈ ചെയ്തിട്ട് ആൻസർ ചെയ്യാം. റൈറ്റ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന് ആൻസറിലേക്ക് എത്തിയതെന്ന് മനസ്സിലായോ? ഓക്കെ. ഇനി നിങ്ങളോട് ചോദിക്കാം കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ യൂസിംഗ് യൂണിറ്റ്സ് ഓഫ് ടൈം both in seconds and in minutes. നമ്മൾ എന്തിനാണ് മിനിറ്റിലല്ല കണ്ടത്, മിനിറ്റ് ഇൻവേഴ്സ് അല്ല യൂണിറ്റ് ആയിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ എന്തിനും കാണാം, സെക്കൻഡിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇവിടെ പിന്നെ ബാക്കി ഭാഗം കൊണ്ടിട്ടുള്ളൂ. RAB നമുക്ക് കിട്ടിയതല്ല, RAB is equal to 0.01 molar divided by 25 minute inverse. ഇങ്ങനെ വരാം. ഇനി നമ്മൾ നോക്കാം, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് മിനിറ്റ് 60 സെക്കൻഡാണ് ഉള്ളത്. അപ്പോൾ ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെയാണ് അറിയാം. ദാറ്റ് ഈസ് ഒരു മിനിറ്റ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 60 ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെ ഇതാണ് 60 ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/60. അപ്പോൾ 1/60 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. പലർക്കും തെറ്റായ ധാരണ വരാൻ ചാൻസ് ഉണ്ട്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് അല്ലേ? അപ്പൊ ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? അല്ല. അതാണ് ഞാൻ പ്രൂവ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/60 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ കിട്ടിയ വാല്യൂ ആണ്, മിനിറ്റ് ഇൻവേഴ്സ് കിട്ടിയ വാല്യൂ ആണ് 0.01 അല്ലേ? 0.01 മോളാർ divided by 25. മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് into 1/60 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് വാല്യൂ ഇങ്ങനെ വരും 0.01 മോളാർ divided by 25 into 60 സെക്കൻഡ് ഇൻവേഴ്സ്. ഇങ്ങനെയാണ് ആൻസർ വരിക. അപ്പൊ ഈ രീതിയിലാണ് നമ്മളത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, that is the value of rate of reaction in terms of seconds. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന calculate the average rate of reaction using the units of time both in seconds and minutes. At first we got the average rate of reaction. Average rate എന്ന് പറഞ്ഞാൽ ഒരു കണ്ട നമ്മൾ വരിടാവേണ്ട കാര്യമില്ല. ഇത് ആൻസറിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ തെറ്റയാണ് എങ്കിൽ ആവറേജ് റേറ്റ് എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. Average rate is equal to 0.01 molar minute inverse by 25. But here we got the rate of reaction in terms of minutes. We converted the minute inverse into second inverse. Then we will get the rate of reaction in terms of seconds. Okay. ഇപ്പോൾ പ്രോബ്ലം ചെയ്ത രീതിയെല്ലാം ക്ലിയർ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ റിമൈൻഡ് ചെയ്യാണ്, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആണ്. പക്ഷെ ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സെക്കൻഡ് ഇൻവേഴ്സ് അല്ല. ഒരു മിനിറ്റ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/60 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. റൈറ്റ്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് പ്രോബ്ലം വരിക. അത് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു പ്രോബ്ലം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. ചോദ്യം ഇതാണ്. ഇവിടെ ബോർഡിലെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. The decomposition of N2
N2O5 can be shown as 2 N2O5 gas gives 4 NO2 gas. 4 NO2 ഇതിന്റെ physical state gas ആണ്. Gas O2 gas. Given that initially the concentration of N2O5 ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യമായി ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡാറ്റ പേപ്പറിന്റെ വലതുവശത്ത് എഴുതി വെക്കുക. Concentration of N2O5 initially question is 2.33 mol per liter. 2.33 mol per liter. ഇനി 184 minutes അപ്പോൾ ഡെൽറ്റ ടിയുടെ വാല്യൂ 184. ഓക്കെ, അതിനുശേഷം തന്നിരിക്കുന്നു ഈ 184 മിനിറ്റിന് ശേഷമുള്ള N2O5 ന്റെ കോൺസെൻട്രേഷൻ. That is concentration of N2O5 final. That is equal to 2.08 mol per liter. ഇവർ രണ്ട് കാര്യങ്ങളെ കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. Calculate average rate of reaction RAV is equal to question mark. ഇതാണ് ആദ്യ കാര്യം. രണ്ടാമതായിട്ട് also calculate rate of production of NO2. നിങ്ങൾക്കറിയാം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. പ്ലസ് ഡെൽറ്റ NO2 പ്ലസ് ഡെൽറ്റ NO2 ബൈ ഡെൽറ്റ that is also equal to question mark. ഇത്രയുമാണ് നമ്മൾ ഈ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുതേണ്ട ഡാറ്റകൾ. ഓക്കെ, തന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഇവിടെ ആദ്യം RAV കാണാം. ഇക്വേഷൻ റിയാക്ഷൻ ഏതായിരുന്നു? 2 നോക്കി എഴുതുക. 2 N2O5 gas gives 4 NO2 gas plus O2 gas. This is the equation that is already given in the question itself. Reaction balance equation തന്നിട്ടുണ്ട്. RAV കാണാത്ത equation minus delta N2O5 divided by delta T into 1/2. N2O5 reactant ആണ്, അതുകൊണ്ടാണ് ആദ്യം മേടിച്ചത്. NO2 പ്രോഡക്റ്റ് ആണ്, പ്ലസ് ഡെൽറ്റ NO2 divided by delta T into 1/4 plus delta O2 divided by delta T. These are the various expressions to find the rate of this particular reaction. പക്ഷെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് NO2 ന്റെ കോൺസെൻട്രേഷൻ എന്താ എന്ന് നോക്കുക. O2 ന്റെ കോൺസെൻട്രേഷൻ അല്ല, മറിച്ച് തന്നിരിക്കുന്ന N2O5 ന്റെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് നമ്മൾ റേറ്റ് കാണാൻ തൽക്കാലം ഉപയോഗിക്കുന്നത് മൈനസ് ഡെൽറ്റ N2O5 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T into 1/2 ആണ്. റൈറ്റ്, ഇനി നമ്മൾ മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ RAV is equal to minus already put here. Delta means delta എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും, concentration of N2O5 final minus concentration of N2O5 initial divided by delta T into 1/2. നമുക്ക് ഓരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനൽ കോൺസെൻട്രേഷൻ വന്നാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, that is 2.08. RAV is equal to minus is already here. The value concentration of N2O5 final 2.08 mol per liter. That is here. Then concentration of N2O5 initial, that is 2.33 mol per liter divided by what is the value of delta T? 184 minutes. 184 minutes into 1/2. The remaining part നമ്മൾ ഇവിടേക്ക് മാറ്റി എഴുതുകയാണ്. ശ്രദ്ധിക്കുക, that is RAV is equal to the minus 2.33 minus 0.25 എന്ന് വരും. ഇതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ 2.08 minus 0.25 എന്ന് വരും. mol per liter divided by 184 into 2, that is 368 minutes. That is the answer is RAV is equal to ഇതിന്റെ 0.25 സൈൻ കൂടെ മൈനസ് ആണ്, കാരണം അതിന് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറക്കാണ്. അപ്പോൾ -0.25 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും.
0.25 mole per liter divided by 368 minute is when it comes into numerical side it becomes minute inverse. This is the value of R average. So നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ അതിന്റെ എക്സാക്ട് ആൻസർ കിട്ടും. അത് പിന്നെ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇനി ഇതിൽ ഇപ്പോൾ നമ്മൾ ആ രണ്ട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ. The value of average rate of reaction is got as 0.25 divided by 368 mole liter inverse minute inverse. One more data is to be calculated here. That is also calculate rate of production of energy. നമുക്കറിയാം RAV is equal to RAV എന്ന് പറഞ്ഞാൽ ഇതിനോട് ഈക്വൽ ആണ്, ഇതിനോട് ഈക്വൽ ആണ്, ഇതിനോട് ഈക്വൽ ആണ്. നമുക്കിപ്പോ കിട്ടിയത് RAV കിട്ടി. നമ്മുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനർജി. എന്താ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ഇതാണ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എനർജി. Then നമുക്ക് എഴുതാം RAV is equal to plus delta NO2 divided by delta T into 1/4. Here RAV means average rate. ഈ എക്സ്പ്രഷനെ മാത്രം നമ്മൾ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 എന്ന് പറയും. റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 നെ 1/4 കൊണ്ട് ഗുണിക്കുമ്പോൾ മാത്രമേ ആവറേജ് റേറ്റ് കിട്ടുള്ളൂ. നമുക്ക് നമ്മളോട് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതിന്റെ വാല്യൂ ആണ് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 ആണ്. Therefore we can write 4 into RAV is equal to plus delta NO2 by delta T plus delta NO2 by delta T plus delta NO2 by delta T. നമുക്ക് വേർഡ്സിൽ പറയാം റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് NO2 that 4 into 0.25 mole per liter minute inverse divided by 368. That is equal to plus delta NO2 divided by delta T. When you simplify this value, what you got that is known as rate of production of NO2. Okay. ഇത്രയുമാണ് നമ്മൾ ഇന്ന് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ കൂടെ നോക്കാം. പഠിച്ച ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ കാണാം, റേറ്റ് ഓഫ് റിയാക്ഷൻ കാണാനുള്ള എക്സ്പ്രഷൻ എന്താണ്, റേറ്റ് ഓഫ് റിയാക്ഷന്റെ യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാം. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതോടും പറയുന്ന വസ്തുതകളൊക്കെ ശരിക്കും വർക്കൗട്ട് ചെയ്ത് പ്രോബ്ലം ഓറിയന്റഡ് ആയതുകൊണ്ട് വർക്കൗട്ട് ചെയ്ത് ശീലിക്കാം. സാധാരണ രീതിയിൽ കൈനറ്റിക്സിൽ നിന്നും പബ്ലിക് പരീക്ഷയ്ക്ക് വരാറുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പ്രോബ്ലം ചെയ്ത് ഒരു ശീലമാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. താങ്ക് യു.